ഇന്ത്യൻ നേവി ഇന്ന് ഏത് രീതിയിലായിരുന്നു ഗംഗാവലി പുഴയിൽ ഈ ഒരു രക്ഷാദൌത്യം നടത്തി വന്നത്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് കമാൻഡർ അതുൽ പിള്ള ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ അതുൽ പിള്ള, ഒന്ന് വിശദീകരിക്കാമോ, ഇന്ന് എന്തായിരുന്നു നേവിയുടെ പ്രവർത്തനം? ഓക്കെ, ഗുഡ് ഈവനിങ്. യെസ്, ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് 23rd. സോ ഞാനൊന്ന് ബാക്ക്വേർഡ് ഒരു ഇവന്റിന്റെ ഇതൂടെ ഒന്ന് ഷോർട്ട്ലി ഞാൻ ഒന്ന് പറയാം. ഈ നേവിയുടെ ഓപ്പറേഷൻസ് അവിടെ നേതൃത്വം കൊടുക്കുന്നത് കാർവാർ നേവൽ ബേസ് കാർവാറിലെ അവരായിരുന്നു ഹെഡ് ഈ ഓപ്പറേഷനെ ചെയ്യുന്നത്. പക്ഷെ ഇത് ചെയ്യുന്നത് NDRF ലീഡ് ഏജൻസി അവർ നേവിയുടെ സപ്പോർട്ട് ചോദിച്ചു. ഫസ്റ്റ് സപ്പോർട്ട് ഉത്തർ കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നേവിയോട് ചോദിച്ചത് 16 July 2024 അന്ന് ഒരു HPCL ഒരു ടാങ്കർ മിസ്സിംഗ് അത് വാഷ്ഡ് അവേ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് റിക്വസ്റ്റ് വന്നത്. എന്നിട്ട് 17 July നേവിയുടെ ഡൈവേഴ്സ് പോയി. ലക്ലി ഈ ഒരു കേസിൽ നമുക്ക് HPCL ടാങ്കർ വിഷ്വൽ ആയിരുന്നു, കാണാറുണ്ട്. അങ്ങനെ ഡൈവേഴ്സ് റിസ്ക് ചെയ്ത് അവിടെ പോയി അതിനെ ഹുക്ക് ഓൺ ചെയ്ത് വയർ റോപ്പ് വെച്ച് അതിനെ വലിച്ച് കരയെ കൊണ്ടുപോയി അതിന്റെ ഗ്യാസ് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് അതിനെ സേഫ് ആയിട്ട് ഇത് ചെയ്ത്. നെക്സ്റ്റ് റിക്വസ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് വന്നത് July 19th. July 19 ഈ അർജുന്റെ ട്രക്കിന്റെ റിഗാർഡിംഗ് ആയിരുന്നു ആ റിക്വസ്റ്റ് വന്നത്. എഗെയിൻ നേവി ടീം അതിനുവേണ്ടി ആ ഗംഗാവലി റിവറിലോട്ട് സെർച്ചിന് വേണ്ടി ഒരു 2 എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സിനെയും ഓഫീസേഴ്സിനെയും വിട്ടത്. ഈ 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഒരു ഗ്രൂപ്പ് ഈ സൊണാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഈ സൊണാർ എന്ന് വെച്ചാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഒരു ഇക്വിപ്മെന്റ് വന്ന് ഇതൊരു അഡ്വാൻസ് ഇക്വിപ്മെന്റ് നമ്മൾ അറ്റ് സീലും മിഡ് സീലൊക്കെ നമ്മൾ ഡീപ് സീലൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ സൊണാർ പ്രൈമറിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ വാട്ടറിന് ഒരു ഹസാർഡ് ഉണ്ടോ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ നാവിഗേഷൻ പർപ്പസിനോ അത് സെർച്ച് പർപ്പസിനോ അത് സീ ഫ്ലോറിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയായി സൊണാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സൊണാർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ വിഷ്വലി 3-dimensional ഔട്ട്പുട്ട് അല്ല, ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ സൊണാർ ഒരു സൗണ്ട് വേവ് വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ ആ സൗണ്ട് വേവ് വന്നിട്ട് ആ ഒബ്ജക്റ്റിനെ സ്റ്റക്ക് ചെയ്തിട്ട് ഒരു ഷാഡോ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമേജാണ് കിട്ടുന്നത്. സോ അതിനെ ആ ഡേറ്റയെ അനലൈസ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ട് നേവിയിൽ ഈ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്ലസ് ഈ സൗണ്ട് കിട്ടുന്ന ഒരു GPS പൊസിഷനും കിട്ടും നമുക്ക്. ഈ GPS പൊസിഷൻ നമ്മൾ ആ ഡൈവേഴ്സ് കൊടുത്തിട്ട് പിന്നെ ഡൈവേഴ്സ് ആ ഏരിയയിൽ പോയി ഡൈവ് ചെയ്തിട്ട് നമ്മളോട് കൺഫേം ചെയ്യും ആ സാധനം ഇതാണോ അതല്ലെന്ന് അവർ ഇത് ചെയ്യും. നൗ ഇവിടെ ഡൈവേഴ്സിന് ഒരു ചാലഞ്ച് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആ വെള്ളം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡിഷ് ബ്രൗൺ കളറാണ്. വിസിബിലിറ്റി തീരെ ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല അതിനകത്ത് ഡൈവർ ഇപ്പൊ താഴോട്ട് പോയാൽ. ബിക്കോസ് ഈ മലയെന്ന് പറഞ്ഞ വെള്ളം അല്ല ഇങ്ങനെ ഒലിച്ച മണ്ണിന്റെ കൂടെ മഡ് വാട്ടർ വന്നിട്ട് അത് ഫുൾ വിസിബിലിറ്റി 0 ആണ്, വിച്ച് ഇസ് വെരി ഡേഞ്ചർ ഫോർ ദി ഡൈവർ പുള്ളിക്കാരൻ അകത്തോട്ട് പോകുമ്പോൾ. സെക്കൻഡ്, അവിടുത്തെ സർഫേസിൽ ഇപ്പൊ സ്പീഡ് കറന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 to 8 knots സ്പീഡ് ഉണ്ട്. ഈ സർഫേസ് കറന്റിന്റെ സ്പീഡ് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ അത് കൂടുക. സോ ഒരു ഡൈവർ വെർട്ടിക്കലി 90 degrees താഴോട്ട് പോകുമ്പം പുള്ളിക്കാരൻ ആ എക്സ്പെക്ടഡ് ലൊക്കേഷനിലോട്ടല്ല പോകുന്നത്, പുള്ളിക്കാരൻ ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് പോകും. സോ ഒരു 15-20 meters ചിലപ്പം പോകുന്നത്. സെക്കൻഡ് തിങ്, ഈ ലാൻഡ് സ്ലൈഡ് കാരണം കൊണ്ട് ഈ വലിയ ഹ്യൂജ് ട്രീസ്, ഈ സാൻഡ്, ഈ ഡെബ്രിസ് ഇതെല്ലാം ഈ വെള്ളത്തിനകത്ത് വന്നിട്ട് ഈ ഡെബ്രിസ് എല്ലാം കൂടെ കയറി ഈ സീബെഡ് ഫുള്ള് ഇതായിരിക്കുക, സ്മൂത്ത് അല്ല. അപ്പൊ സോ ഡൈവർ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇസ് വെരി ഡിഫിക്കൽട്ട് പുള്ളിക്കാരന് താഴോട്ട് പോകാൻ ബിക്കോസ് ഓഫ് ദിസ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് ലൈൻ ഉണ്ട്, ആ ലൈഫ് ലൈനും ഇതിൽ എൻടാങ്കിൾഡ് ആയിട്ട് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഡൈവറിനെ കൊണ്ടുവരും. സോ ഈ ഡൈവിങ്ങിനും വേണ്ടി ഇപ്പൊ 2 എക്സ്പേർട്ട് ഓഫീസേഴ്സ് ഓൺ ഗ്രൗണ്ട് അവിടെ ഉണ്ട്. ഒന്ന് സോണാർ ഓപ്പറേഷന് വേണ്ടി, സെക്കൻഡ് വന്നിട്ട് ഈ ഡൈവിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. സോ പക്ഷെ ഇന്ന് നമ്മളൊരു 100 kg ഒരു സിങ്ക് വെയിറ്റ് വരെ താഴെ ഇട്ടിട്ട് അത് വരെ ഡ്രിഫ്റ്റ് ആയി പോയി. സോ ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ചാലഞ്ച് വിച്ച് നേവിക്ക് ഡൈവേഴ്സിന് ഫേസ് ചെയ്യുന്ന ഡൈവിംഗ് ഓപ്പറേഷനായിട്ട്. നാളെയും ഇതേ രീതിയിൽ തന്നെ തുടരുമെന്നാണോ? ഈ സോണാർ എക്യുപ്മെന്റ് ഉപയോഗിച്ച് ഈ ഇമേജുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കും, അതോടൊപ്പം തന്നെ ഡൈവേഴ്സും ഉണ്ടാവും. ഇതേ രീതി തന്നെയായിരിക്കുമോ നാളെയും ഗംഗാവലി നദിയിൽ? ഈ സോണാർ നേവി യൂസ് ചെയ്യുന്ന ഭയങ്കര അഡ്വാൻസ് ടെക്നോളജി ഉള്ള സോണാറാണ് ഈ സൈഡ് സ്കാൻ സോണാർ എന്നാ പറയുന്നത്. സോ നമുക്ക് വിഷ്വലി കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റുന്നില്ല. സോ നമ്മള് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വഴിയുള്ളൂ അതിൽ ആ അത്രയും ഒരു കറണ്ടില്. പക്ഷെ നൗ ഒരു ഹോപ്പ് എങ്ങനെയെങ്കിലും ഈ കറണ്ട് ഞങ്ങൾക്കൊരു
ഒരു 1 hour കറണ്ട് ഒരു കുറച്ച് കിട്ടെങ്കിൽ ഞങ്ങൾ ഡൈവേഴ്സ് 100% ഡൈവ് ചെയ്യുക എന്നുള്ളത് അതിലൊരു സംശയം വേണ്ട. അത് ശരിയാണ്. ഡൈവേഴ്സ് മികച്ച ഡൈവേഴ്സ് ആണ് നേവിയുടെ. പക്ഷേ ഈ അടിയൊഴുക്ക് അല്ലെ, അടിയൊഴുക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടിഞ്ഞിരിക്കുന്ന ചെളിയൊക്കെ ഉണ്ടല്ലോ, അത് നീക്കം ചെയ്യേണ്ടി വരുമല്ലോ ശ്രീ അതുൽ പിള്ള. അതിനു വേണ്ടിയാണോ നാളെ ഈ ബൂം എക്സ്കവേറ്റർ പോലെയുള്ളവ കൊണ്ടുവരുന്നത്? അതിന് കരസേനയുടെ സഹായവും അതുപോലെ തന്നെ മറ്റ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന്റെ, രക്ഷാപ്രവർത്തകരുടെ സഹായവും തേടേണ്ടി വരുമോ? നേവിക്ക് ഒറ്റയ്ക്ക് ഇതിന് സാധ്യമല്ല എന്നുള്ളതാണോ? ബൂം എക്സ്കവേറ്റർ എനിക്കത് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് കൊണ്ടുവരുന്നത്. അതെങ്ങനെ അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കമന്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് നേവി അല്ല അത് ചെയ്യുന്നത്. ഈ ഡൈവിംഗ് ഓപ്പറേഷനും സോണാർ ഓപ്പറേഷനും നേവിയുടെ ഓപ്പറേഷനാണ്. അത് അതുപോലെ തന്നെ ഇതൊരു പ്രോസസ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത്. സോ ഇവിടെ അത് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ട്രൈ ചെയ്യും ഡൈവ് ചെയ്യാൻ. ഇന്ന് പലവട്ടം ഡൈവർ അറ്റംപ്റ്റ് ചെയ്തു, ജമ്പ് ചെയ്ത് പോവും, പുള്ളിക്കാരൻ ഡ്രിഫ്റ്റ് ചെയ്ത് വേറൊരു ഡയറക്ഷനിലോട്ട് പോകും. സോ ഇന്ന് ഞങ്ങൾ അവിടെ തന്നെ ലാപ്ടോപ്പ് ഈ സൊണാർ കിട്ടുന്ന ഡേറ്റ ഞങ്ങൾ അവിടെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതുകൂടെ റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോർഡ്സ് കാണും ബ്ലാക്ക് കളറിൽ. ആ ബോർഡ്സ് ഇരുന്നിട്ട് ഡേറ്റ ഞങ്ങൾ കണ്ടിന്യൂസ്ലി അനലൈസ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് GPS പൊസിഷനും മാർക്ക് ചെയ്തേക്കുക, പ്രോബബിൾ ലൊക്കേഷൻ. അപ്പൊ ഈ പ്രോബബിൾ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്തൊക്കെ ഡൈവേഴ്സ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു താങ്കൾ പറഞ്ഞ ഈ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് നടക്കുന്നില്ല അല്ലേ? എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ നാളെയും പക്ഷെ ഇതിനപ്പുറം എന്തെങ്കിലും സാധിക്കും നേവിയെ കൊണ്ടെന്ന് കരുതാൻ പറ്റുമോ? ഇന്നും നല്ല മഴയായിരുന്നു, അടിയൊഴുക്ക് ശക്തി കൂടുകയും ചെയ്യില്ലേ അതുൽ? നാളെയും ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഈ ഒരു കറന്റ് കുറഞ്ഞു കിട്ടുവാണെങ്കിൽ 100% ഡൈവിംഗ് ചെയ്യും. അതൊരു നാച്ചുറൽ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതില്. യു അണ്ടർസ്റ്റാൻഡ്? സോ എങ്ങാനും കറണ്ട് നമുക്കൊരു 1 to 2 hours ബ്രേക്ക് മതി ഞങ്ങൾക്ക്. ഞങ്ങൾ 100% ഡൈവിംഗ്, ബിക്കോസ് ഒരു നോർമലി ഒരു മാപ്പിംഗ് ചെയ്തിട്ട് ആ മാപ്പിംഗിന്റെ ഡേറ്റ നമ്മുടെ അടുത്തുണ്ട്. എവിടൊക്കെയാ ലൊക്കേഷനിൽ എവിടൊക്കെയാ ഈ ഷാഡോ കിട്ടുന്ന, ഈ ഡേറ്റ കിട്ടുന്ന, അത് അനലൈസ് ചെയ്ത്. പക്ഷെ ഉള്ളി തിങ് ഡൈവിംഗ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് കറണ്ട് ഒന്ന് ഇത് വിസിബിലിറ്റിയും ഓക്കെ വി ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്, ബിക്കോസ് അങ്ങനെ ഡൈവേഴ്സ് ആർ ട്രെയിൻ ഫോർ ദാറ്റ്. സോ അത് ചെയ്യാം. പക്ഷെ കറന്റ് ഇല്ലാതെ പുള്ളിക്കാരൻ അവിടുത്തെ ആ ഏരിയയിലോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. ശരിയാണ്. ഒരു കാര്യം കൂടി ശ്രീ അതുൽ പിള്ള, ഇപ്പോൾ നമ്മൾ ആ ഗംഗാവലി നദി നോക്കുമ്പോൾ ഈ കരയിൽ നിന്ന് ഒരു 30-40 മീറ്റർ അകലെയായിട്ടൊരു ഈ ഐലൻഡ് കണക്കെ രണ്ടിടത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ മൺതിട്ട ഇങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. ആ ഭാഗത്തും അപ്പോൾ പരിശോധന നടത്തേണ്ടി വരില്ലേ? അത് തികച്ചും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്ങനെയാണ് ആ ഭാഗത്തെ ഓപ്പറേഷൻ? അത് അവിടുത്തെ NDRF ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വെള്ളം കിടക്കുന്ന സ്ഥലം, വെറെവർ വാട്ടർ ഇസ് ദ ഡൈവർ സോണാർ ഓപ്പറേഷൻ, അത് 100% നേവിയുടെ. ഇനി അവിടുത്തെ അത് മഡ് ആണെങ്കിൽ മഡ് അവരുടെ റഡാർ വെച്ച് അവര് ചിലപ്പോൾ ചെക്ക് ചെയ്യുമായിരിക്കും. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. നേവിയുടെ ഓപ്പറേഷൻ ഈ വാട്ടർ ബോഡീസ് ആ ഒരു ലിമിറ്റേഷനിലാണ്. ശരി, നന്ദി ശ്രീ അതുൽ പിള്ള. അദ്ദേഹം ഡിഫൻസ് PRO ആണ്, കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിലാണ് ഉള്ളത്. അദ്ദേഹം നേവിയുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരുന്നു, അതിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഗംഗാവലി നദിയിൽ നേവിയുടെ ഓപ്പറേഷനിൽ ഉണ്ടായത് എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. സോണാർ എക്യുപ്മെന്റ് ഉപയോഗിച്ചുള്ള ഈ ഇമേജ് കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. അതുവഴി ഡൈവേഴ്സ് ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അതിനുണ്ടായ പ്രാക്ടിക്കലായുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം വിശദീകരിച്ചത്.